ഒപ്പം പഠിച്ച പെൺസുഹൃത്തിനെ കാണുന്നു. അന്ന് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുത്തിരുന്നത് പിസ്സ ഡെലിവറിയായി ജോലി നോക്കുന്നു. വയസ്സിനും ചെയ്യുന്ന ജോലിക്കും ഒരു സംബന്ധവുമില്ല. എൻ്റെ ലോകം വേറെ, നിൻ്റെ ലോകം വേറെ. അപ്പം എല്ലാവരൊക്കെ ആണെങ്കിൽ പോലും ഏതവസ്ഥയിലും അദ്ദേഹം ചിരിച്ച്, ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹം ചിരിച്ച് തന്നെയാണ് മരിച്ചത്. സന്ധ്യ വേദനകളുള്ള ഒരു ചിരിയിൽ ഒതുക്കി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അയാൾ കൊള്ളക്കാരനോ തട്ടിപ്പുകാരനൊന്നും ആയില്ലല്ലോ. പിസ്സ ഡെലിവറി ബോയ് അത്ര മോശം ജോലിയൊന്നുമല്ല. പിന്നെ എല്ലാവരും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എല്ലാവരും എഞ്ചിനീയർ ആവണം, എല്ലാവരും ഡോക്ടർ ആവണം, എല്ലാവരും വലിയ പൊസിഷനാവണം എന്നൊന്നുമില്ല. അപ്പം കിട്ടിയത് ചിലപ്പോൾ തൃപ്തിപ്പെടുക എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അതേ പിടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കാനല്ല പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മുന്നോട്ട് തന്നെ പോവുക. എനിക്കും ഇതൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ പോകും. ആ ഒരു ബൈക്കിലൊക്കെ വന്നിറങ്ങുമ്പോൾ നമ്മളൊക്കെ ഒരു രീതിയിലൊക്കെ അവരൊരു പുച്ഛഭാവത്തിലും ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ ഒരു ഉള്ളു പിടഞ്ഞിട്ടുണ്ട്. ചിലരെ ഞാൻ കാണാതെ ഒളിച്ചു പോയിട്ടൊക്കെയുണ്ട്. ഇപ്പം എനിക്ക് നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുണ്ട്. ഒരു ഡെൻ്റൽ ടെക്നീഷ്യനാണ്. അതായത് AC-യിലൊക്കെയാണ്. പറയാനൊരു മാന്യതയുണ്ട്, എനിക്ക് പറയാനൊരു കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെയായാലും അവിടെ തന്നെ നിൽക്കുന്നില്ല, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടെങ്കിൽ നമ്മളാരെയും പിടിച്ചു സെക്യൂരിറ്റി ആണെങ്കിലും ഇവിടെ ഇയാൾ പോലെ ഇദ്ദേഹത്തെ പോലെ പിസ്സ ഡെലിവറി ബോയാണ്. നമ്മളാരെയും കട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമല്ലോ ജീവിക്കണേ. കട്ടും പിടിച്ചും കൊട്ടേഷൻ പരിപാടിയൊക്കെ ആയിട്ട് കിടന്നിട്ടല്ലോ ഇറക്കണേ. അതും ഒരു തൊഴിൽ തന്നെയാണ്. അപ്പോൾ ഉള്ളതിൽ കിട്ടുന്ന നല്ല രീതിയിൽ ചിരിച്ച് ഹാപ്പിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ അരി മേടിക്കുന്നുണ്ടോ, പച്ചക്കറി മേടിക്കുന്നുണ്ട്, അത്യാവശ്യം എല്ലാം ഇല്ലാതെ പോകുന്നുണ്ട്. വലിയ കടബാധ്യതകളൊന്നുമില്ല, എടുത്ത് തലയിൽ വെച്ചിട്ടില്ല. അതൊരു ഭാഗ്യമുണ്ട്. വലിയ കടബാധ്യതകൾ എടുത്ത് വെച്ചിട്ടില്ല. ഇതിപ്പോൾ ലോൺ എടുക്കാനായിട്ട് താല്പര്യമില്ല, വെച്ചിട്ടില്ല. നല്ല രീതിയിൽ അന്ന് ശമ്പളമാണെങ്കിലും നല്ല കൂട്ടി വെച്ച് നല്ല ഇൻവെസ്റ്റ്മെൻറ്റോ ചിട്ടിയോ കൂടി നല്ല രീതിയിലൊക്കെ നമുക്ക് അത്യാവശ്യം വാഹനങ്ങളോ വീടൊക്കെ പണിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിനും ഉണ്ട്. അദ്ദേഹം എല്ലാം ഒരു ചിരിയിലൂടെ അങ്ങ് ഒതുക്കി, നമ്മളാണെങ്കിലും ഒരു ചിരിയിലൂടെ അങ്ങ് ഒതുക്കിക്കൊണ്ട് ലൈഫ് മുന്നോട്ട് പോകും. എല്ലാവരും ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം.